ഹായ് ഓൾ. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ റിമൈനിങ് പോർഷൻസ് ആണ്. നെക്സ്റ്റ് ഇസ് എച്ച് പാരാമീറ്റർ മോഡൽ ഓഫ് ബി ജെ ടി. ബി ജെ ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ബയാസിങ്, സ്റ്റെബിലൈസേഷൻ, പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിൻ്റെ പ്രോബ്ലംസ് വരെയാണ് നമ്മൾ ചെയ്തത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എച്ച് പാരാമീറ്റർ മോഡൽ ഓഫ് എ ട്രാൻസിസ്റ്റർ. അതിനു മുമ്പ് വാട്ട് ഈസ് എച്ച് പാരാമീറ്റർ എന്നുള്ളത് നമ്മൾ അറിയണം. സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സിൽ ഇസഡ്, വൈ, എച്ച്, എ ബി സി ഡി അങ്ങനെ കുറേ പാരാമീറ്റേഴ്സ്, 2 പോർട്ട് നെറ്റ്വർക്ക്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇത്രയും മാത്രം അറിയുക. ഒരു 2 പോർട്ട് നെറ്റ്വർക്കാണ് നമ്മുടെ ട്രാൻസിസ്റ്ററിനെ കൺസിഡർ ചെയ്യുന്നു. 2 പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോർട്ട് എന്ന് പറയുന്നത്. അതായത് 2 ടെർമിനൽസ് ഉള്ള ഒരു സിംഗിൾ പോർട്ട്. ഇവിടെയും പോസിറ്റീവ് ആൻഡ് മൈനസ് 2 ടെർമിനൽസ് ഉള്ള ഒരു സെക്കൻഡ് പോർട്ട്. അങ്ങനെ 2 പോർട്ടാണ് 2 പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ എച്ച് പാരാമീറ്റേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. ഓൾറെഡി നമുക്ക് സർക്യൂട്ട്സിൽ പഠിക്കാനുള്ളതാണിത്. ലാസ്റ്റിലേക്ക് വരുന്ന 4th or 5th മൊഡ്യൂളിലൊക്കെയാണ് ഇസഡ് പാരാമീറ്റേഴ്സ്, അതായത് ഇംപിഡൻസ് പാരാമീറ്റർ, അഡ്മിറ്റൻസ് പാരാമീറ്റർ, ഹൈബ്രിഡ് പാരാമീറ്റർ അല്ലെങ്കിൽ എച്ച് പാരാമീറ്റർ നമുക്കിവിടെ പഠിക്കാനുള്ളത്. ദെൻ എ ബി സി ഡി പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പം തൽക്കാലം എച്ച് പാരാമീറ്റർ മോഡൽ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു പോവുക. ഇതിപ്പം നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ഫിഗർ നോക്കുക. ഇതൊരു 2 പോർട്ട് നെറ്റ്വർക്ക് ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ 2 പോർട്ട് നെറ്റ്വർക്കിനുള്ളിലുള്ളത് നമ്മുടെ ബി ജെ ടി ആണ്. ഈ 2 പോർട്ട് നെറ്റ്വർക്ക് എന്ന് എഴുതിയിരിക്കുന്നത് ഒരു ട്രാൻസിസ്റ്ററിനെയാണ് നമ്മൾ 2 പോർട്ട് നെറ്റ്വർക്കായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പോർട്ട് ഇൻപുട്ട് പോർട്ടാണ്. സെക്കൻഡ് പോർട്ടിനെ ഔട്ട്പുട്ട് പോർട്ട് എന്ന് പറയും. അപ്പോൾ ഈ ഫസ്റ്റ് പോർട്ടിൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് V1 എന്നും അവിടുത്തെ കറണ്ടിനെ I1 എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് പോർട്ടിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് പോർട്ടിൻ്റെ വോൾട്ടേജ് ഈസ് V2 ആൻഡ് കറണ്ട് ഈസ് I2. ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സർക്യൂട്ടിലേക്ക് അല്ലെങ്കിൽ 2 പോർട്ട് നെറ്റ്വർക്കിലേക്ക് 2 കറണ്ടും സർക്യൂട്ടിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് I1ൻ്റെയും I2ൻ്റെയും ഡയറക്ഷൻ ഇൻ ടു ദ നെറ്റ്വർക്കാണ്. ശ്രദ്ധിച്ചോണം, വേറെ അടുത്ത പാരാമീറ്റർ വരുമ്പോൾ വ്യത്യാസമായിരിക്കും. ഇപ്പം നമുക്ക് ഹൈബ്രിഡ് പാരാമീറ്ററാണ് ഇപ്പോൾ ഇവിടെ വേണ്ടത്. ഹൈബ്രിഡ് പാരാമീറ്റേഴ്സിൽ V1, I1, V2, I2 എന്ന് പറയുന്ന 4 വേരിയബിൾസാണ് എടുക്കുന്നത്. ഇവിടെ അവ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണോ എന്നൊക്കെ നമുക്ക് നോക്കണം. അപ്പം V1 and I1 is the input voltage and current, and V2 and I2 are output voltage and current. ഇവിടെ 2 കറണ്ടും ഇൻപുട്ട് കറണ്ട് ആൻഡ് ഔട്ട്പുട്ട് കറണ്ട് ആർ എൻറ്ററിങ് ടു ദ നെറ്റ്വർക്ക്. ദെൻ നമ്മൾ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സിൻ്റെ ഇക്വേഷനിലേക്ക് പോവുകയാണ്. ഇവിടെ ഹൈബ്രിഡ് എന്ന് പറയാൻ കാരണം ഇവിടുത്തെ പാരാമീറ്റേഴ്സ് എല്ലാം പല പല ക്വാണ്ടിറ്റീസ്, അതായത് ഇംപിഡൻസ്, അഡ്മിറ്റൻസ്, കറണ്ട് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ, അങ്ങനെ ഡിഫറെൻറ്റ് ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇതിനെ എല്ലാം കൂടെ ചേരുന്നത് കൊണ്ടാണ് അതിനെ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് എന്ന് ഇവരെ വിളിക്കുന്നത്. എച്ച് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. ഇവിടെ കണ്ടോ 2 ഇക്വേഷൻസ്. ഇതാണ് ഇതിൻ്റെ ബേസിക് ഇക്വേഷൻ. V1 is equal to H11, ഈ സ്മോൾ ലെറ്റർ H11, H12, H21 ആൻഡ് H22 എന്ന് പറയുന്നതാണ് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ്. 4 പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഇവരുടെ മെട്രിക്സ് ആയിട്ട് നമുക്ക് എഴുതാം. H11, H12, H21, H22 എന്ന് പറയുന്ന മെട്രിക്സ് 2x2 മെട്രിക്സ് ഉണ്ടാക്കാം. ദെൻ ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് പാരാമീറ്ററിൻ്റെ എച്ച് പാരാമീറ്റർ മെട്രിക്സ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് V1 കണ്ടോ, V1ൻ്റെയും I2ൻ്റെയും ഇക്വേഷൻസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് V1 ആൻഡ് I2 ആർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. ഡിപ്പെൻഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ I1 ആൻഡ് V2. I1ൻ്റെയും V2ൻ്റെയും വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേരി ചെയ്യുന്ന ആൾക്കാരാണ് V1 ആൻഡ് I2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ V2 ആൻഡ് I1 ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഇൻഡിപെൻഡൻ്റ് എന്നൊക്കെ പറഞ്ഞ വേർഡിൻ്റെ മീനിങ് തന്നെ. ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യില്ല. V2ൻ്റെ വാല്യൂവും I1ൻ്റെ വാല്യൂവും ഇൻഡിപെൻഡൻ്റ് ആണ്. ദെൻ V1 ആൻഡ് I2 ആർ
ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. നിങ്ങൾ എച്ച് പാരാമീറ്ററിൻ്റെ സർക്യൂട്ട് ഉണ്ടാക്കാനൊക്കെ നമുക്ക് പഠിക്കണം സർക്യൂട്ട്സിൽ. അപ്പം അറിയേണ്ട ഒരു കാര്യമേ ഉള്ളൂ, V1 ആൻഡ് I2 ആർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. ദെൻ ഇനി ഓരോന്നിനെയും എന്തുകൊണ്ട് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് എന്ന് ഈ എച്ചിനെ എല്ലാം H11, 12, 21, 22നെയൊക്കെ എന്തുകൊണ്ട് ഹൈബ്രിഡ് എന്ന് വിളിക്കുന്നു നോക്കാം. അപ്പം നമുക്ക് ഈ ഒരു പാരാമീറ്റേഴ്സിൽ ഈ എഴുതിയിരിക്കുന്ന ഒരു ഇക്വേഷനെ നമുക്ക് എങ്ങനെ മെട്രിക്സ് ആക്കാം? നമ്മൾ മെട്രിക്സ് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് V1 ആൻഡ് I2 എന്ന് പറയുന്നൊരു മെട്രിക്സ് ഉണ്ടാക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു എച്ച് പാരാമീറ്ററിൻ്റെ മെട്രിക്സ് എന്ന് എഴുതി നമ്മൾ എഴുതി H11, H12, H21, H22 ആൻഡ് എന്തെഴുതാം I1, V2. ഇങ്ങനെ ഒരു മെട്രിക്സ് നമുക്ക് ഉണ്ടാക്കാം. ഒന്നുകിൽ ഇക്വേഷൻ ഇങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ മെട്രിക്സ് ആയിട്ട് പഠിച്ചു വയ്ക്കാം. അപ്പം ഈ ഒരു മെട്രിക്സിൽ നിന്നും നമുക്ക് ഈ V1 ആൻഡ് I2ൻ്റെ വാല്യൂസ് എഴുതാം. ഇനി ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് എച്ച് പാരാമീറ്റേഴ്സ് H11, 1, 2, 21 ആൻഡ് 22 എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും H11ൻ്റെ വാല്യൂ വേണമെങ്കിൽ എങ്ങനെ കിട്ടും? H11 ഈസ് നത്തിങ് ബട്ട് V1 ബൈ I1. H11 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡ്രൈവിംഗ് പോയിൻറ്റ് ഇംപിഡൻസ്, ഇൻപുട്ട് ഇംപിഡൻസ്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് പോയിൻറ്റ് ഇംപിഡൻസ് ഓഫ് ഇൻപുട്ട് പോർട്ട് എന്ന് പറയാം. V ബൈ I is ഇംപിഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം V ബൈ I is the impedance of the circuit. So it is driving point impedance എന്നാണ് അതിനെ പറയുന്നത്. ഒരു സെയിം പോർട്ടിൽ തന്നെ V1 ആൻഡ് I1 ആണ്, സെയിം പോർട്ടിൽ തന്നെ വോൾട്ടേജ് ആൻഡ് കറണ്ടാണ്. സോ ഇറ്റ് ഇസ് എ ഡ്രൈവിംഗ് പോയിൻറ്റ് ഇംപിഡൻസ് അല്ലെങ്കിൽ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയും. ഈ V1 ആൻഡ് ബൈ I1 എന്ന് എങ്ങനെയാണ് കിട്ടുന്നത്? ഈ ഇക്വേഷനിൽ നിന്ന് V1 is equal to H11, I1 is plus H12, V2 ആണ്. അപ്പോൾ H11 is V1 by I1 എന്ന് കിട്ടിയതിൻ്റെ മീനിങ് എന്താ? V2 is equal to 0 എന്നാണ് മീനിങ്. ഇനി നമ്മൾ സർക്യൂട്ടിൽ നോക്കുക, V2 is equal to 0. V2 equal to 0 എന്ന് പറഞ്ഞ മീനിങ് എന്താ? V2 is ഔട്ട്പുട്ട് പോർട്ടിൻ്റെ വോൾട്ടേജ് ആണ് V2. അപ്പം V2 0 ആവുക എന്ന് പറഞ്ഞ മീനിങ് എന്താ അതിൻ്റെ മീനിങ്? V2 is 0 മീൻസ് ഇറ്റ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്. ഔട്ട്പുട്ട് ടെർമിനൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? H11 is equal to V1 by I1 അഥവാ ഇൻപുട്ട് ഇംപിഡൻസ് ഓർ ഡ്രൈവിംഗ് പോയിൻറ്റ് ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട് കിട്ടുന്നത്. ദെൻ അടുത്ത നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇതേപോലെ തന്നെ കണ്ടീഷൻ V2 equal to 0 മീൻസ് സെക്കൻഡ് പോർട്ട് ഓർ ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ടഡ്. ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഏതായിരിക്കും? V2 0. സെക്കൻഡ് ഇക്വേഷൻ നോക്കുക, V2 is equal to 0. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏതാ? H21. H21 is nothing but a current gain, forward current gain. That is H21 is I2 by I1 when V2 is equal to 0. V2 equal to 0 means second port or output port is short circuited. Output port short circuit ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ട് വാല്യൂസ് ആണ് H11 and H21. ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു. ദെൻ H11നെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഇൻപുട്ട് ഇംപിഡൻസ്. സോ HI എന്നവരെ എഴുതാം, ഇൻപുട്ട് ഇംപിഡൻസ് HI. ദെൻ ഇൻപുട്ട് ഇംപിഡൻസ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് പോയിൻറ്റ് ഇംപിഡൻസ് എന്ന് പറയും. ഇവിടെയാണ് ഡ്രൈവിംഗ് പോയിൻറ്റ്. V1 by I1 ആണ്, സെയിം പോർട്ടിലെ ഇംപിഡൻസ് ആണ്. ഡ്രൈവിംഗ് പോയിൻറ്റ് ഇംപിഡൻസ് ഓർ ഇൻപുട്ട് ഇംപിഡൻസ് HI ഓർ H11 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഫോർവേഡ് കറണ്ട് ഗെയിൻ ആണ് നമുക്ക് കിട്ടിയത്. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗെയിനേഴ്സ് I2 by I1 when V2 is equal to 0 means the second port is short circuited. അപ്പോഴാണ് നമുക്ക് V2 equal to 0 കിട്ടുക. Therefore H21 is പഠിക്കാൻ എളുപ്പമാണ്. H21 that is I2 by I1 അതൊരു കറണ്ട് ഗെയിൻ ആണ്. നമ്മൾ ഇംപിഡൻസ് ആണെങ്കിൽ V by I വരണം, അഡ്മിറ്റൻസ് ആണെങ്കിൽ I by V എന്ന് വെച്ചാൽ ഇംപിഡൻസിൻ്റെ ഓപ്പോസിറ്റ് റെസിപ്രോക്കലാണ്. സോ ഇവിടെ കിട്ടുന്നത് കറണ്ടിൻ്റെ തന്നെ റേഷ്യോ ആണ്, I2 by I1 ആണ്. ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കറണ്ട് ഗെയിൻ. പിന്നെ ഫോർവേഡ് കറണ്ട് ഗെയിൻ എന്ന് പറയാൻ കാരണം I2 by I1 ആയതുകൊണ്ടാണ്. ദെൻ അതിനെ HF എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് H11 കിട്ടി, H21 കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? H12 ആൻഡ് H22 ഇവരെ രണ്ടുപേരെയാണ് നമുക്കിനി വേണ്ടത്. ദെൻ H12 വേണമെങ്കിൽ ഇക്വേഷനിലോട്ട് നോക്കി H12 കിട്ടണം. H12 is equal to V1 by V2. V1 by V2 when എന്താ? H12 is V1 divided by V2 when I1 is equal to 0. ക്ലിയർ ആണ്?
H12 എന്ന് പറഞ്ഞാൽ H12 V1 ഡിവൈഡഡ് ബൈ V2. V1 ബൈ V2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പിഡൻസ് ആണോ? അല്ല. അഡ്മിറ്റൻസ് ആണോ? അല്ല. then എന്താണത്? ഇറ്റ് ഈസ് എ വോൾട്ടേജ് ഗെയിൻ. ഇതിനെ റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ എന്ന് വിളിക്കും, ബിക്കോസ് ഇൻപുട്ട് പോർട്ടിലെ വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നാണ് വന്നിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ. V2 ബൈ V1 ആയിരുന്നെങ്കിൽ ഇറ്റ്സ് എ ഫോർവേഡ് വോൾട്ടേജ് ഗെയിൻ. അപ്പോൾ ഇവിടെ റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ ആണ് H12 എന്ന് പറയുന്നത്. അപ്പോൾ H12 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? H12 is nothing but V1 by V2 when I1 is equal to 0. ഇതാണ് I1. I1 is equal to 0 എന്ന് പറയുന്ന മീനിങ് എന്താണ്? I1 is equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ I1 equal to 0 ആണ്. I1 equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരണം? I1 0 എന്ന് പറഞ്ഞാൽ this terminal is open circuited. There is no current. I equal to 0 means it is open circuited terminal. സോ I1 ഈക്വൽ ടു 0യുടെ കണ്ടീഷനാണ്, ഓപ്പൺ സർക്യൂട്ട് കണ്ടീഷനിൽ കിട്ടുന്നതാണ് റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ. ദെർഫോർ HR എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ നമുക്ക് വേണ്ടത് നെക്സ്റ്റ് ക്വാണ്ടിറ്റി ഈസ് H22. H22 എന്ന് പറയുമ്പം അറിയുക H22 ആണ്. അപ്പം നമുക്ക് വേണ്ട ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്, ആരൊക്കെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് മാത്രമേ അറിയേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഈസി ആയിട്ട് എഴുതാം. ഹൈബ്രിഡ് പാരാമീറ്റേഴ്സിൽ മെട്രിക്സ് H11 12 21 22 നമ്മൾ പണ്ട് മെട്രിക്സിൽ പഠിച്ച പോലെ തന്നെ ഒരു 2x2 മെട്രിക്സ് H എന്ന് എഴുതണമെന്നേ ഉള്ളൂ. പണ്ട് നമ്മൾ AIJ എന്നൊക്കെ എഴുതായിരുന്നു. അപ്പോൾ H11 H12 H21 H22 എന്ന് പറയുന്നൊരു 2x2 മെട്രിക്സ്. ദെൻ അതിൻ്റെ 2 പോർട്ട് നെറ്റ്വർക്കാണ് 2x2 മെട്രിക്സ് ആയിരിക്കും. സോ നമുക്ക് അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഏതാണെന്ന് മാത്രം അറിയാം. അപ്പോൾ നമ്മൾ V1 ഡിപ്പെൻഡൻ്റ് ആക്കിയാൽ പിന്നെ അടുത്ത പോർട്ടിലാണ് പോകുന്നത്, അവിടുത്തെ V2 എടുക്കത്തില്ല. സോ I2 ആണ് എടുക്കുന്നത്. അത്രയും ഓർത്തിരുന്നാൽ V1 I2 ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. സോ V1ൻ്റെയും I2ൻ്റെയും ഇക്വേഷൻസ് ആയിരിക്കും എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം 3 കാര്യങ്ങളായി. നെക്സ്റ്റ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ്, അഡ്മിറ്റൻസ് ആണ്. H22 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? H22 ഈ ഇക്വേഷനിൽ നോക്കിക്കേ, I2 ഡിവൈഡഡ് ബൈ V2 വെൻ ദിസ് വാല്യൂ I1 is 0. I1 equal to 0. I1 is equal to 0 ആകുമ്പോഴുള്ള H22 is I2 by V2. I1 equal to 0 means input port is open circuited. സോ ഇതിനെയാണ് നമ്മൾ I by V ആണ് നമുക്ക് കിട്ടുന്നത്. I2 by V2 ആണ് കിട്ടുന്നത്. I by V is അഡ്മിറ്റൻസ്. അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? I2 by V2 എന്ന് പറയുന്നത് എന്താ? ഔട്ട്പുട്ട് പോർട്ടിൻ്റെ അഡ്മിറ്റൻസ് ആണ്. ഔട്ട്പുട്ട് പോർട്ടിൻ്റെ